2 തിമോഥെയോസിന് അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ലേഖനം 2-ാം അധ്യായം 21-ാം വാക്യം രാവിലെ വായിച്ച ഭാഗമാണ്. ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രം. നിങ്ങളെ സഹോദരിമാരുടെ മീറ്റിങ്ങിനെ അങ്ങനെ പേരിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇതാ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് 40 പേരിലൂടെ വർഷങ്ങളെടുത്ത് ഏതൊക്കെയോ കാലഘട്ടത്തിൽ സത്യവേദ പുസ്തകം ഒരേ ആത്മാവിൽ എഴുതി എന്ന് പറഞ്ഞതിൻ്റെ യഥാർത്ഥ തെളിവ് മനസ്സിലായില്ലല്ലേ? ഈ ബൈബിൾ എഴുതിയത് 40-ലധികം പേരെ ഉപയോഗിച്ചായി ബൈബിൾ എഴുതിയത്. വിവിധ കാലഘട്ടത്തിലാണ് എഴുതിയത്. പക്ഷെ എഴുതിയതെല്ലാം ഏതാണ്ട് ഒരമ്മയുടെ മക്കളെ പോലെ ഒന്നിനോടൊന്ന് സദൃശ്യം. അർത്ഥം ഇത്രയേ ഉള്ളൂ. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയോട് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചാൽ, പരിശുദ്ധാത്മാവ് ഒരു സ്ഥലത്ത് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിച്ചാൽ തൻ്റെ ഭക്തന്മാരിലൂടെ ഒരേപോലെ സംസാരിക്കും. ഉടമസ്ഥന് പ്രയോജനമുള്ള പാത്രമായി മാറണമെങ്കിൽ ഫസ്റ്റ് അവൻ്റെ സേഫ് സോൺ സ്വർഗം തകർത്തിരിക്കും. നമുക്കെല്ലാവർക്കും സുപരിചിതനായ വ്യക്തിയാ മോശ, അല്ലേ? അപ്പൻ്റെയും അമ്മയുടെയും കൂടെ സഹോദരിയുടെയും സഹോദരൻ്റെയും കൂടെ എബ്രായ കുടിലിനകത്ത് ജനിച്ച് വളരെ സന്തോഷത്തെ ജീവിച്ചുകൊണ്ടിരുന്നപ്പോഴാ രാജാവ് പറഞ്ഞത് 2 വയസ്സിന് താഴെയുള്ളതിനെ എല്ലാം എടുത്ത് വെള്ളത്തിലിട്ട് കൊന്നുകളഞ്ഞേക്കാൻ. പെട്ടെന്ന് ദൈവത്തിൻ്റെ നിയോഗം അവൻ്റെ മേൽ കിടന്നത് കൊണ്ട് ഈ പറഞ്ഞ ബുദ്ധിയുള്ള അമ്മ ഞാങ്ങനെ പെട്ടകമുണ്ടാക്കി അവനെ നൈൽ നദിയിൽ കൊണ്ടുവച്ചു. ഏത് കൊട്ടാരത്തിൽ നിന്നാണോ അവനെ നശിപ്പിക്കാൻ കൽപ്പന പുറപ്പെട്ടത്, അതേ കൊട്ടാരത്തിൽ കൽപ്പന പുറപ്പെടുവിച്ചവൻ്റെ കൊച്ചുമകനായി മോശയെ ദൈവം വളർത്തി. ആരെങ്കിലും തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും നീ അവഗണിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിന്നെ അവിടുന്ന് പറിച്ച് ദൂരെ കൊണ്ടുപോയല്ല ദൈവം മാനിക്കുന്നത്, അവൻ്റെ മൂക്കിൻ്റെ തുമ്പത്ത് നിർത്തി മാനിക്കാൻ കരുത്തനായ കർത്താവ് ഇന്ന് പകൽ ഇവിടെ വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമടിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്ത്. ഇന്ന് അവൻ ഇവിടെ വന്നിട്ടുണ്ട്. അവൻ ചിലത് ചെയ്യുക തന്നെ ചെയ്യും. നിന്നെ തകർക്കാൻ ആര് നോക്കിയോ, എന്നെ ഇല്ലായ്മ ചെയ്യുവാൻ ആര് നോക്കിയോ, ഏത് പൈശാചിക മണ്ഡലമാണോ നിന്റെ പിന്നാലെ നടന്ന് നിന്നെ ഉന്മൂലനാശം ചെയ്യുവാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത്, അവരുടെ മുന്നിൽ നിന്ന് 50 കിലോമീറ്റർ അപ്പുറത്ത് കൊണ്ടുപോയല്ല നിന്നെ അനുഗ്രഹിക്കുന്നത്, അവരുടെ മുന്നിൽ നിർത്തി നിന്നെ മാനിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നശിപ്പിച്ചു കളയാൻ പറഞ്ഞവന്റെ കൊച്ചുമകനായിട്ട് അതേ കൊട്ടാരത്തിൽ മോശ ജീവിച്ചു. 1-2 വർഷമല്ല, 40 വർഷം. എബ്രായ കുടിലിൽ നിന്നാൽ കിട്ടാത്ത വിദ്യാഭ്യാസവും, എബ്രായ കുടിലിൽ നിന്നാൽ കിട്ടാത്ത അഭ്യാസവും, സകലവിധ കലകളും, ആയോധന കലകളും എന്തൊക്കെ അന്ന് പഠിക്കാനുണ്ടോ അത് മുഴുവനും ഒരു രാജാവിൻ്റെ കൊച്ചുമകൻ എന്ന നിലയിൽ രാജപദവിയോടുകൂടി ദൈവം അവനെ പഠിപ്പിച്ചു. നിന്റെ മേലൊരു നിയോഗമുണ്ടെങ്കിൽ ലോകത്തിൻ്റെ ഏത് മൂലയ്ക്ക് നീ ചെന്ന് ഒളിച്ചാലും, ലോകത്തിൻ്റെ ഏത് ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ കൂടി നീ നീന്തി കയറിയാലും നിന്നെ പഠിപ്പിക്കണമെന്ന് വെച്ചാൽ എൻ്റെ ദൈവം പഠിപ്പിച്ചിരിക്കും. നിന്നെ പുറത്ത് കൊണ്ടുവരണമെന്ന് വെച്ചാൽ എൻ്റെ ദൈവം പുറത്ത് കൊണ്ടുവന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ വേഗത്തിൽ പോട്ടെ. അവിടുന്ന് എല്ലാം പഠിച്ച് തികഞ്ഞു. മോശയുടെ ചിന്ത മുഴുവനും അടുത്ത ഫറവോനാകണം. അടുത്ത അനന്തരാവകാശി ആരാ? മകളല്ലേ? അപ്പൊ മകളുടെ മകനല്ലേ ഉള്ളൂ. അപ്പൊ ആ രാജ്യത്തിന്റെ അടുത്ത അനന്തരാവകാശില്ല, അടുത്ത രാജാവാകേണ്ടത് ആരാ? മുലകൊടി മാറുന്നിടം വരെ അമ്മയുടെ മാറോട് പറ്റിക്കിടന്നപ്പം അമ്മ പറഞ്ഞ സ്തോത്രവും, അമ്മ പറഞ്ഞ ഇസ്രയേലിന്റെ ദൈവവും, അമ്മ പറഞ്ഞ എബ്രായരുടെ ദൈവവുമൊക്കെ ഈ ഫീഡിങ്ങിനകത്തൂടെ ഇവന്റെ ശരീരത്തിൽ കയറിയിട്ടുണ്ട്. രാഗിയും നേർന്നും അല്ല മക്കളെ പോറ്റേണ്ടത്, വഴക്ക് പറഞ്ഞും പള്ളു പറഞ്ഞും അല്ല മക്കൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടത്. നീ കൊടുക്കുന്ന ഓരോ അരിയുടെ ധാന്യത്തിലും സ്തോത്രമുണ്ടെങ്കിൽ നിന്റെ തലമുറ തെറ്റത്തില്ല. ഇതൊക്കെ അമ്മമാര് പഠിക്കണം, അമ്മമാരുടെ ഉത്തരവാദിത്വം അതൊക്കെ. അല്ലാതെ മോശം എവിടെയെങ്കിലും ആരെങ്കിലും ബൈബിളിനെ കുറിച്ച് പറയോ, ഇസ്രായേലിന്റെ ദൈവത്തെക്കുറിച്ച് പറയുകയും ചെയ്തിട്ടുണ്ടോ? ഇല്ല, അന്ന് കേട്ടതേ ഉള്ളൂ. എങ്കിലും കൊട്ടാരത്തിൽ നിന്ന് വളർന്നത് കൊണ്ട് മോശയുടെ ആഗ്രഹം അടുത്ത ഫറവോനാകുക. എൻ്റെ ദൈവത്തിൻ്റെ ആഗ്രഹം നീ അങ്ങനെ ഇപ്പം ഫറവോൻ മിണ്ടണില്ലല്ലോ. നിങ്ങൾക്കറിയത്തില്ലേ മോശയെ കുറിച്ച്? എൻ്റെ ദൈവം പറഞ്ഞു നീ ഇപ്പൊ അടുത്ത ഫറവോൻ ആകണ്ട.
അതിന് കർത്താവ് അവന്റെ സേഫ് സോൺ ആദ്യം അങ്ങ് പൊളിച്ചു. രാജകൊട്ടാരത്തിന്റെ സുഖലോലുപതിയിൽ പള്ളിമത്തിയിൽ കിടന്നുറങ്ങി, പള്ളിയുറക്കവും ഉറങ്ങി, രാജഭോജനവും കഴിച്ച്, എന്താ പറയുക, രാജകുമാരനെ പോലെ സകല സ്ഥലത്തും സ്വാതന്ത്ര്യവും സകലത്തിലും കയ്യും കിടത്തി സകലവിധ സൗകര്യങ്ങളോട് സുഖലോലുപനായി ജീവിച്ച ദിവ്യ സുന്ദരനായ മോശയുടെ സേഫ് സോൺ 40-ാമത്തെ വയസ്സിൽ എൻ്റെ അപ്പൻ ഒരൊറ്റയടി. രാജകൊട്ടാരത്തിൽ നിന്ന് സേഫ് സോൺ തകർന്നവൻ ചെന്ന് വീണത് ആട്ടിൻ കൂട്ടത്തിൽ. മനസ്സിലായില്ലല്ലേ? യിത്രോവിന്റെ ആടുകളെ മേയ്ക്കാൻ. ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? 40 വർഷം സേഫ് ആയിരുന്നു, ഒന്നും അറിയണ്ട. ഭക്ഷണത്തിന് ഭക്ഷണം, വെള്ളത്തിന് വെള്ളം, പരിചാരകന്മാര്, അംഗരക്ഷകര്, എന്ത് സുഖ സൗകര്യങ്ങൾ വേണമോ അത് മുഴുവനും വാങ്ങി ജീവിച്ചിരുന്നവൻ ദൈവത്തിന് പണിയണമെന്ന് ഓർമ്മ വന്നപ്പോൾ, ദൈവത്തിന് ഇവനെ പുറത്തിറക്കിയേ മതിയാകൂ എന്ന് കണ്ടപ്പോൾ അവന്റെ സേഫ് സോൺ സ്വർഗം അടിച്ചു. ഒറ്റ ദിവസം കൊണ്ട് ഓടി യിത്രോവിന്റെ ആടുകളെ മേയ്ക്കുവാൻ. നോക്കിയ, കൊട്ടാരത്തിൽ നിന്ന് സേഫ് സോൺ പൊളിച്ച ആള് പോയത് എങ്ങോട്ടാ? നാടൻ ഭാഷ പറഞ്ഞേ, ആട്ടിൻ കൂട്ടത്തിലേക്ക്, ആടിന്റെ തൊഴുത്തിലേക്ക്. അവിടെ ഇട്ടങ്ങ് പണി തുടങ്ങി. ആദ്യം കൂർത്ത ഭാഗങ്ങളെല്ലാം ചെത്തിക്കളഞ്ഞു. ഞാൻ എന്തൊക്കെയോ ആണെന്നൊരു ഭാവമുണ്ടായിരുന്നു, അതെല്ലാം തട്ടി ഉടച്ചു കളഞ്ഞു. ഞാൻ രാജകൊട്ടാരത്തിന്റെ സുഖലോലുപതയിൽ ജീവിച്ചവനാണെന്നുള്ള ചിന്ത ചുറ്റുകയും കൊണ്ട് അടിച്ച് അവർ തെറിപ്പിച്ചു. വിദ്യാഭ്യാസമുണ്ടെന്നും നിപുണനാണെന്നും എന്തും അവനെ കൊണ്ട് പറ്റുന്നു, കായിക ബലമുണ്ടെന്നൊക്കെയുള്ള അവന്റെ ചിന്ത സ്വർഗം അവിടെ വെച്ച് തച്ചുടച്ചു കളഞ്ഞു. മനോഹരമായ ശില്പി മോശയുടെ പണി അങ്ങ് ഏറ്റെടുത്തു. ആ പണി 1-ാം വർഷം, 2-ാം വർഷം, 3-ാം വർഷം, 4-ാം വർഷം കൊണ്ട് തീർന്നില്ല. 40 വർഷം എടുത്തു പണി പൂർത്തിയാകാൻ. പണി നടന്നത് എങ്ങനെയാണെന്നറിയാമോ? നേരത്തെ പറഞ്ഞതുപോലെ ഇളകി പോകാതിരിക്കാൻ ആദ്യം കൊണ്ട് ഉറപ്പിച്ചു. എവിടെയാ? യിത്രോയുടെ വീട്ടിൽ. അതിനുശേഷം കൂർത്ത ഭാഗങ്ങളുണ്ടല്ലോ, ഒരു വാക്ക് പറഞ്ഞാൽ നല്ല കൂരമ്പ് പോലെ ഹൃദയത്തെ കീറുന്ന വാക്ക് സംസാരിക്കുന്നവരെ കണ്ടിട്ടില്ലേ നിങ്ങൾ? എന്തുകൊണ്ട് വിശേഷം? പറഞ്ഞിട്ട് എന്നാ? സഹോദരിമാരല്ലേ? സ്തോത്രം. അന്യഭാഷയും പറയും, ആരാധിക്കുകയും ചെയ്യും. കൂർത്ത ഭാഗങ്ങൾ ഇപ്പോഴും മറ്റുള്ളവരെ മുറിവേൽപ്പിക്കത്തക്ക രീതിയിൽ നിൽക്കുക. തട്ടിക്കളഞ്ഞോണം കേട്ടോ. ഉടമസ്ഥന് പ്രയോജനമുള്ള പാത്രമാകണമെങ്കിൽ പണി അകത്തും നടക്കണം, പണി പുറത്തും നടക്കണം. നമ്മൾ എവിടെ പോകാനുള്ളവരാ? പ്രൈസ് ദി ലോർഡ്. മോശേനെ സ്വർഗം പണി അങ്ങോട്ട് തുടങ്ങി. രാവിലത്തെ കൽപ്പാത്രം ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ വരുവാ കേട്ടോ. യിത്രോവിന്റെ വീട്ടിൽ കൊണ്ട് നിർത്തിയില്ലെങ്കിൽ അവൻ എവിടെ പോകും? അതിനുശേഷം സ്വർഗീയ ശില്പി പണി അങ്ങ് തുടങ്ങി. ഉളി പലതരത്തിലുണ്ട് കേട്ടോ. കൽപ്പണിക്കാര് നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഹൈറേഞ്ചുകാരി ആയതുകൊണ്ട് എനിക്ക് നല്ല തിട്ടവാ. ഇത്രയും വീതിയുള്ള അഗ്രമുള്ള ഉളിയുണ്ട്. അത് പുറം മിനുക്കാൻ ഉപയോഗിക്കുന്നതാണ്. അകത്ത് സ്പേസ് വരുത്താൻ ഷാർപ്പൻഡ് ആയിട്ടുള്ള ഉളിയാണ് യൂസ് ചെയ്യുന്നത്. ഈ ഇത്രയും വീതിയുള്ള ഉളിയും കൊണ്ട് ആ യിത്രോവിന്റെ വീട്ടിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന കല്ലിന് ഷേപ്പ് വരുത്താൻ തുടങ്ങി. സേഫ് സോണിൽ നിന്ന് അടർത്തി മാറ്റി രാവിലെ പാറമേൽ ഉറപ്പിച്ച ഒരു കല്ലില്ലേ, ആ കല്ലിന്റെ പണി സ്വർഗം അങ്ങ് തുടങ്ങി. ആദ്യം ഒരു ഹാർട്ട് അറ്റാക്ക്. മോശയ്ക്കല്ല, എനിക്ക്. കുറെ നാൾ കഴിഞ്ഞപ്പം വീണ്ടും ഒരു അറ്റാക്ക്. മേജർ ഹോസ്പിറ്റലൊക്കെ കൊണ്ട് കാണിച്ചു. അവർ പറഞ്ഞു ഏവിനോയിഡിന്റെ ഭാഗത്താ ബ്ലോക്ക്, ആൻജിയോപ്ലാസ്റ്റി പറ്റില്ല, ആൻജിയോഗ്രാം പറ്റില്ല, ഹാർട്ട് ഓപ്പൺ സർജറിയും പറ്റില്ല. ഈ വണ്ടി ഓടുന്നിടത്തോളം ഓടട്ടെ, ഡോക്ടറുടെ പണി കഴിഞ്ഞു. ശില്പി അപ്പോഴും പണി നിർത്തിയില്ല. ഉളിയും ചുറ്റികയും കൊണ്ട് ഈ പാറയ്ക്ക് ഷേപ്പ് വരുത്താൻ തുടങ്ങി. ഞാൻ കൽപാത്രത്തിന്റെ ഷേപ്പിലേക്ക് വരണ്ടേ? ഉടമസ്ഥന് പ്രയോജനമുള്ള പാത്രമാകണ്ടേ?
എനിക്ക് തോന്നുന്ന ഷേപ്പിൽ ഞാൻ ഇരുന്നാൽ എൻ്റെ അപ്പൻ എന്നിൽ ചിലത് പകരാൻ പറ്റത്തില്ലെന്നേ. എനിക്ക് തോന്നുന്ന പോലെ ഇരുന്നാൽ എൻ്റെ അപ്പൻ എന്നിൽ നിറയ്ക്കാൻ പറ്റത്തില്ലെന്ന്. എൻ്റെ അപ്പന് ഇഷ്ടമുള്ള പാത്രവും ഞാൻ ഉപയോഗവുമുള്ള പാത്രമാകണമെങ്കിൽ, കലവറയ്ക്കകത്തേക്കൊരു പ്രവേശനം എനിക്ക് വേണ്ടി ഒരുങ്ങണമെങ്കിൽ, എൻ്റെ പ്രാണപ്രിയൻ്റെ കയ്യിൽ ഞാൻ ഉപയോഗമുള്ള, ഉടമസ്ഥന് പ്രയോജനമുള്ള പാത്രമാകണം. മോശയെ സ്വർഗം പണിയാൻ തുടങ്ങിയ ആൻസി പൗലോസിനെ കല്ലിൻ്റെ പുറത്ത് കൊത്തി 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 കൂർത്ത ഭാഗങ്ങളും എഡ്ജുകളും ഷാർപ്പൻ്റായിട്ടുള്ള ഭാഗങ്ങളും ആവശ്യമില്ലാത്ത പോർഷൻസ് എല്ലാം കൊത്തിക്കളഞ്ഞ് പുറം കണ്ടാൽ ഒരു കൽപ്പാത്രത്തിൻ്റെ ഷേപ്പിലേക്ക് വന്നു. പക്ഷെ അതിൻ്റെ പ്രോസസ്സിങ് ഭയങ്കര വേദനയായിരുന്നു കേട്ടോ. തോക്കിൻ്റെ പാത്തിക്കടിച്ച് L3, L4, L5 അസ്ഥികൾ തകർത്തപ്പം എൻ്റെ വൺ സൈഡ് ഫുള്ള് പാരലിസ് ആയിപ്പോയി. അല്പം ദിവസങ്ങളും കൂടെ കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ചലനം നിലയ്ക്കുമെന്ന് ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിഷ്യൻ എൻ്റെ പ്രിയപ്പെട്ടവനോട് പറഞ്ഞു. എന്ന സർജറി ചെയ്യണമെങ്കിൽ ലാർജ് എമൗണ്ട്, ആ എമൗണ്ട് കൊടുത്ത് സർജറി ചെയ്താലും നടക്കുമെന്ന് ഗ്യാരണ്ടി തരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ദൈവമക്കളെ, ഈ രണ്ട് കൈയും കൊണ്ടാ ഈ വലത് കാലിങ്ങനെ പൊക്കിയെടുത്ത് ഇങ്ങനെ ഓരോ സ്റ്റെപ്പും ഞാൻ ഏന്തി നടന്നുകൊണ്ടിരുന്നത്. ഓരോ സ്റ്റെപ്പും എടുത്തു വെക്കുമ്പോൾ കാലിൻ്റെ പെരുവിരലിൽ നിന്ന് ഉച്ചിത്തല വരെ അതിൻ്റെ വേദന വ്യാപരിക്കും. കണ്ണിൽ കൂടെ രക്തമാണോ കണ്ണുനീരാണോ വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ലാത്ത വിധത്തിൽ ഓരോ സ്റ്റെപ്പും വെക്കുമ്പോൾ അതിഭയങ്കര വേദന. എന്നെ കാണുന്നവരെല്ലാം കരയും. എൻ്റെ അമ്മ കരയും, എൻ്റെ ഹസ്ബൻഡ് കരയും, എൻ്റെ മക്കൾ കരയും. പക്ഷെ എനിക്കറിയത്തില്ലായിരുന്നേ എൻ്റെ അപ്പൻ എന്നെ പണിയുമായിരുന്നെന്ന്. ഒരു പാത്രത്തിന് ഷേപ്പ് വരണമെങ്കിൽ ഒരുപാട് പ്രോസസ്സുണ്ട്. കൽപാത്രത്തിന് ഷേപ്പ് വരുത്തണമെങ്കിൽ ഒരുപാട് പ്രോസസ്സുണ്ട്. ഞാൻ വായിച്ച വാക്യത്തിന്റെ മുൻഭാഗത്ത് പറയുന്നുണ്ട്, ഇവയെ വിട്ടകന്ന്. ഏവയ ഞാൻ അവിടെ പൂരിപ്പിക്കട്ടെ, അവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിലും ഗലാത്യലേഖനം 5-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം മുതൽ പറയുന്ന ജഡത്തിന്റെ പ്രവർത്തികൾ വെക്കട്ടെ. അവിടെ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, പക, പിണക്കം, കോപം, ക്രോധം, ഷാഢ്യം, ദ്വന്ദ്വപക്ഷം, അസൂയ, ഭിന്നത, വെറിക്കൂത്ത്, ഒരു 15 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. പുറത്ത് ഷേപ്പ് വരുത്തുമ്പം ഇത് മുഴുവനും സ്വർഗം തച്ചുടയ്ക്കും. ഇത് ഉടച്ചു കഴിഞ്ഞ് ഷേപ്പ് വന്നു കഴിയുമ്പോൾ പറയും, ആ അതൊരു ദൈവ പൈതല. കാരണം പുറം കണ്ടാൽ എങ്ങനെ, നിങ്ങൾ മിണ്ടണില്ലല്ലോ, പുറം കണ്ടാൽ എങ്ങനാ? ദൈവത്തിന്റെ പൈതല. പുറം കണ്ടാൽ കൽപാത്രമാ, പുറം കണ്ടാൽ നല്ല ഷേപ്പാ, പുറം കണ്ടാൽ പെന്തക്കോസുകാരിയാ, പുറം കണ്ടാൽ വിശ്വാസിയാ, പുറം കണ്ടാൽ പാസ്റ്റർ ഭാര്യ, പുറം കണ്ടാൽ സുവിശേഷകയാ, പുറം കണ്ടാൽ പാസ്റ്റർ മക്കളാ. പക്ഷെ അകമോ? ശില്പി അകത്ത് വല്ലതും ചെയ്തോ? അകത്തെന്തെങ്കിലും ചെയ്തോ? ചെയ്തില്ല. അകത്തെ പണി വരുന്നതേ ഉള്ളൂ. ആദ്യം സകലവിധ ജഡത്തിന്റെ പ്രവൃത്തികളും മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മളെ ഭരിക്കുന്ന പൈശാചികൻ കൊണ്ടുവച്ചിരിക്കുന്ന സകലതത്തെയും ദൈവം ഉടച്ചു കളയും. എന്നിട്ടൊരു പാത്രത്തിന്റെ ഷേപ്പിലേക്ക് ഈ കല്ലിനെ സ്വർഗം കൊണ്ടുവരും. ഞാൻ വിശ്വസിക്കുന്നു ഏകദേശം 40 വർഷത്തിൽ ഒരു 20 വർഷമെങ്കിലും എടുത്തു കാണും മോശയെ ദൈവം പുറമൊന്ന് പണിതെടുക്കാൻ. കാരണം കൊട്ടാരത്തിൽ ജീവിച്ച സ്വഭാവമല്ലേ, അതൊന്ന് മാറിയെടുക്കണമെങ്കിൽ ഭയങ്കര പാടാ. ഞാൻ എന്തൊക്കെയോ ആണെന്നുള്ളൊരു ഭാവം, ഞാൻ ആരൊക്കെയോ ആണെന്നുള്ളൊരു ഭാവം, എനിക്ക് എന്തൊക്കെയോ ഉണ്ടെന്നൊരു ഭാവം, ഞാൻ ആരുടെയൊക്കെയോ എന്തെല്ലാമോ ആണെന്നൊരു ഭാവം. പക്ഷെ സ്വർഗത്തിന് പണിയണമെങ്കിൽ ഇതിനെ മുഴുവനും സ്വർഗം തച്ചുടയ്ക്കും. ഇതിനെ മുഴുവനും ദൈവം തച്ചുടയ്ക്കും. തച്ചുടച്ചതിന് ശേഷം നോക്കുമ്പോൾ ഉറച്ചിരിപ്പുണ്ട് ഒരിടത്ത്.
ഷേപ്പ് കണ്ടാൽ പാത്രമാ, ഷേപ്പ് കണ്ടാൽ പാത്രമാ. അകമോ? അകത്തിപ്പോഴും വക്കുവരെ കല്ല. കൽപാത്രം നിങ്ങൾ കണ്ടിട്ടില്ലേ? വക്കുവരെയും കല്ല. പുറം മാത്രമേ പാത്രത്തിൻ്റെ ഷേപ്പിലേക്ക് വന്നിട്ടുള്ളൂ. കർത്താവ് ശില്പിയായ ദൈവം, സ്വർഗീയ ശില്പി, തനിക്ക് ഉപയോഗിക്കാൻ ആ പാത്രത്തെ ഷാർപ്പൻ്റായിട്ടുള്ള മുനയുള്ള ഉളിയും, കൂർത്ത മുനയുള്ള ഉളിയും, ചെറിയ ചുറ്റികയുമായി വരും. എന്തിനാ ചെറിയ ചുറ്റിക? എന്താ വലിയ ചുറ്റിക എടുക്കാത്തെ? യെസ്, ആ പാത്രം പൊട്ടിപ്പോകാതിരിക്കാൻ. ഞാൻ എൻ്റെ അപ്പനോട് ചോദിച്ചിട്ടുണ്ട്, ഈ കൽപാത്രത്തിൻ്റെ മേക്കിംഗ് ആൻഡ് പ്രിപ്പറേഷനെ കുറിച്ച് എന്നെ പഠിപ്പിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, എന്നെ കൂടം കൊണ്ടടിച്ച് പൊട്ടിച്ച് കളയാതെ ആർക്കും പ്രയോജനമില്ലാത്തൊരു പാത്രമായി, ഒരു കരിങ്കൽ കഷ്ണമായി ഞാൻ ആ പാറമടയിൽ അല്ലെങ്കിൽ എൻ്റെ സേഫ് സോണിൽ സകലതും തകർന്നപ്പോൾ ഒരു പ്രയോജനവുമില്ലാത്ത വിധത്തിൽ ഞാൻ ആയിപ്പോകാതെ സ്വർഗീയ ശില്പി എന്നെ വേദനിപ്പിച്ചെങ്കിലും, അകത്തളത്തിൽ കുത്തുകൊള്ളുമ്പോഴും ചുറ്റികയുടെ അടികൊള്ളുമ്പോഴും ഉള്ളു കീറുന്ന വേദനയുണ്ടെങ്കിലും ആ വേദന മുഴുവനും സഹിക്കാൻ ഒരു കൃപയും, ആർക്കും പ്രയോജനരഹിതമാകാത്ത വിധത്തിൽ എന്നെ ഇല്ലായ്മ ചെയ്യാതെ പണിതെടുത്ത സ്നേഹത്തിന് നന്ദി എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇത്രയും മെനക്കെടാൻ എനിക്ക് പറ്റത്തില്ലെന്നും പറഞ്ഞൊരു കൂടമെടുത്ത് ഒരൊറ്റ അടിയടിച്ചാൽ മതിയായിരുന്നു. ഏതെങ്കിലും ബിൽഡിംഗ് പണിക്കകത്തോ മെറ്റലിനകത്തോ ചിപ്സിനകത്തോ ഈ കരിങ്കൽ കഷ്ണം കയറിപ്പോകുമായിരുന്നു. പക്ഷേ അപ്പൻ പണിയാം. ഒരു ദൂത് അവിടെ നിന്ന് പറയട്ടെ, ഇപ്പോഴും ചിലരുടെ മേൽ ദൈവത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിൽ എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. എനിക്കെന്താണ് കർത്താവേ ഇത്രയും ഭാരം? എനിക്കെന്താണ് കർത്താവേ ഇത്രയും പ്രയാസം? എനിക്കെന്താണ് കർത്താവേ ഇങ്ങനെ സംഭവിക്കുന്നത്? എൻ്റെ കുടുംബജീവിതം എന്താണ് കർത്താവേ ഇങ്ങനെ? എൻ്റെ ഫാമിലി ലൈഫ് എന്താണ് കർത്താവേ? എൻ്റെ മക്കൾ എന്താണ് കർത്താവേ ഇങ്ങനെ എന്ന് ചോദിക്കുന്നവരോട് അപ്പ പറയുക, ഇപ്പോഴും ഞാൻ നിന്നെ പണിതുകൊണ്ടിരിക്കുകയാ കുഞ്ഞെ. പണി പൂർത്തിയായി കഴിയുമ്പോൾ അടുത്ത പ്രോസസ്സിലേക്ക് ദൈവം നിന്നെ നടത്തും. കരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? കരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? നല്ല പണി ചെയ്യുന്ന നല്ല ശില്പിയെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ! ദൈവമക്കളെ, ആ കൂർത്ത ഉളിയും ചുറ്റികയും കൊണ്ട് വക്കു മുതൽ കൊത്തി 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 ഒരുപാട് സമയമെടുത്ത പണി കേട്ടോ. കൊത്തി 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 സ്വർഗം പണി അങ്ങോട്ട് തുടങ്ങി. ജോലി ഉപേക്ഷിച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ അപ്പനോട് പറഞ്ഞ 3 വാക്ക്. 1, ഞാനൊരു മനുഷ്യൻ്റെ മുമ്പിൽ കൈനീട്ടത്തില്ല. 2, ഒരു ഗ്ലാസ് പച്ചവെള്ളത്തിന് പോലും ഞാനൊരു മനുഷ്യനെ ആശ്രയിക്കത്തില്ല. 3, ഒരന്തി ഉറങ്ങാൻ ഞാനും എൻ്റെ മക്കളും ആരുടെയും ഭവനത്തിൽ പോകത്തില്ല. ഈ 3 കാര്യങ്ങൾ അപ്പനോട് പറഞ്ഞു. ഇത് വീണ്ടും ഒന്ന് ഉറപ്പിച്ച രാത്രിയായിരുന്നു. എൻ്റെ ഭർത്താവിൻ്റെ ഫ്യൂണറൽ കഴിഞ്ഞതിൻ്റെ 2ാമത്തെ രാത്രി. ഞാൻ ആവർത്തിച്ച് എൻ്റെ അപ്പായോട് പറഞ്ഞു, അപ്പാ 4 വർഷം മുമ്പ് ജോലി ഉപേക്ഷിച്ച് പുറത്തു വന്നപ്പോൾ ഞാൻ അങ്ങയോട് പറഞ്ഞ വാക്കൊന്നുകൂടെ പറയുക. എൻ്റെ പിതാവ് പോയി, എൻ്റെ ഭർത്താവ് പോയി, ഈവൻ എൻ്റെ സങ്കടം കേൾക്കാൻ പോലും ഈ ഭൂമിയിൽ ആരുമില്ല. പറക്കം മുറ്റാത്ത 2 കുഞ്ഞുങ്ങളോട് എൻ്റെ സങ്കടം പറയാൻ എനിക്ക് പറ്റത്തില്ല. എൻ്റെ പ്രിയപ്പെട്ടവർ ആരോടും എനിക്ക് സങ്കടം പറയാൻ പറ്റത്തില്ല. എല്ലാവരും ശുശ്രൂഷയില്ല, അവർക്കൊന്നും കേൾക്കാനുള്ള സമയമില്ല. ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു ദൈവം അവരെ എല്ലാം മാറ്റിയത്. അകക്കൂടെ അല്പ ദിവസമെങ്കിലും താമസിക്കാമെന്ന് ആശിച്ചിരുന്ന എൻ്റെ ഭർത്താവിൻ്റെ വീടും 21 വർഷത്തിന് ശേഷം ഒറ്റ സെക്കൻഡ് കൊണ്ട് എനിക്ക് അന്യമായി. ഈ ഭൂമിയിൽ ഞാനും എൻ്റെ മക്കളും മാത്രം. ഞാൻ അന്ന് എൻ്റെ പ്രാണപ്രിയനോട് ആവർത്തിച്ച് പറഞ്ഞു, ഞാനിപ്പോൾ ലോക ഗവൺമെൻറ്റിൻ്റെ സർവൻ്റ് അല്ല, ഞാൻ സ്വർഗ ഗവൺമെൻറ്റിൻ്റെ സർവൻ്റാ. ഇനി ഞാൻ പട്ടിണി കിടക്കണമെങ്കിൽ അങ്ങ് തീരുമാനിക്കണം. ഇനി എൻ്റെ മക്കൾ പട്ടിണി കിടക്കണമെങ്കിൽ അതിൻ്റെ ഉത്തരവാദി അങ്ങാ. പല ഹോസ്പിറ്റലിൽ മാറി മാറി വിളിച്ചിട്ട് ഒരു ഹോസ്പിറ്റലിൽ ഞാൻ പോയില്ല. കാരണം വചനം പറയുന്നു, കലപ്പയ്ക്ക് കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ലെന്ന്.
എനിക്ക് കൊള്ളാകുന്നവളായിട്ട് ജീവിച്ചാൽ മതി, കൊള്ളാകുന്നവനല്ലാത്ത ജീവിക്കണ്ടെന്ന് പറഞ്ഞ് ദൈവമക്കളെ, ഒരു വർഷത്തിൽ 265 ദിവസം വരെ ഞാൻ ദൈവസന്നിധിയിൽ വീണ് കടന്ന് ഉപവസിച്ചിട്ടുണ്ട്. ഒറ്റ സ്ട്രെച്ചിനല്ല കേട്ടോ. 40 എടുക്കും ഒരാഴ്ച, പിന്നെ 21 ഒരാഴ്ച, പിന്നെ 40, ഇങ്ങനെ കഴിഞ്ഞ 6 വർഷമായി ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെ ഉപവസിക്കാൻ ദൈവം എന്നെ സഹായിക്കുക. ഏതൊക്കെ വിഷയങ്ങളാണോ എൻ്റെ കുടുംബത്തിൽ ചലഞ്ചായിട്ട് പറഞ്ഞത്, നിങ്ങളാരും ചിരിക്കണ്ട, നിങ്ങളുടെ വീടൊന്നും നിങ്ങളുടെ സ്വന്തമൊന്നും അല്ല. എൻ്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. എൻ്റെ ദേശം ഇവിടെയല്ല, ഓ അക്കരെയാണ് എൻ്റെ ശാശ്വതമായ, ഓ അക്കരെയാണ് എൻ്റെ, ഓ അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഇതൊരു ടൂറിസ്റ്റ് പാക്കേജാ. അതുകൊണ്ട് പിന്നെയും ചിരിക്കും. ഇതൊരു ടൂർ പാക്കേജാ. ഇത്ര ദിവസം ഇന്നടത്ത് താമസിക്കണം, ഇത്ര ദിവസം എറണാകുളത്ത് താമസിക്കണം, ഇന്നയാളിൻ്റെ അപ്പനും മകനായിട്ടോ മകളായിട്ടോ ജനിക്കണം, ഇന്ന വയസ്സിൽ ഇവിടെ, ഇന്ന വയസ്സിൽ ഇവിടെ, ഇത്ര വിദ്യാഭ്യാസം, ഇത് ഭർത്താവ്, ഇത് മക്കള്. ഈ പാക്കേജ് തീരുമ്പോൾ നമ്മൾ ഇവിടുന്ന് പോയേ പറ്റത്തുള്ളൂ. ഫൈനൽ ഡെസ്റ്റിനേഷൻ ഇതല്ല. യഹോവയെ കാത്തിരിക്കുന്നവരുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ സ്വർഗത്തിലാ. എൻ്റെ വീടിന്റെ ടൈൽസ് ഇട്ടോണ്ടിരിക്കുക. പണി കഴിയുമ്പം പിന്നെ ഇവിടെ നിന്നിട്ട് കാര്യമുണ്ടോ? ഓ, വീടിന്റെ പണി കഴിയുമ്പോൾ പപ്പ പറയും, മാമക്കളെ നമുക്ക് കയറി താമസിക്കാന്ന് പറയും. അപ്പോഴേ നമ്മൾ സ്ഥലം വിടും. ഞാൻ പറഞ്ഞു വന്നത്, ഭൂമിയിൽ ഈട് വെക്കാൻ ഒന്നുമില്ലാത്തതിൻ്റെ പേരിൽ ബാങ്കുകാരും ലോണ് തന്നില്ല. സഹോദരങ്ങളെയോ പ്രിയപ്പെട്ടവരെയോ ആശ്രയിക്കത്തില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു മനുഷ്യൻ്റെ മുമ്പിലും കരം നീട്ടാൻ ദൈവം അനുവദിച്ചില്ല. എന്നാൽ ഉയരത്തിലെ അപ്പൻ, ഏലിയാവിന് വേണ്ടി കാക്കേനെ അയച്ചവൻ, സാറാഫാത്ത് ഒരുക്കിയവൻ, ഓ കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്ക് മദതിൻ്റെ ആഹാര സമയത്തിന് എത്തിച്ചു തരാമെന്ന് പറഞ്ഞവൻ, കരുതുന്ന ദൈവത്തിൻ്റെ കരുതലുള്ള കരത്തിൻ്റെ ശക്തി എന്താണെന്ന് ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ ദൈവം തന്ന ഭാഗ്യമോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയോ. എല്ലാവരും എന്നോട് ചോദിക്കും, വീടില്ലെങ്കിൽ എന്താ, മക്കൾ 2 പേരും ഡോക്ടർമാരല്ലേ എന്ന്. അതേ, ഭൂമിയിലാരും തന്നിട്ടില്ലല്ലോ, എൻ്റെ അപ്പൻ തന്നിട്ടല്ലേ. കൽപ്പാത്രത്തിൻ്റെ പണി പ്രിയമുള്ളവരെ ഇച്ചിരി പാടാ. ഒരു ശാരീരിക പ്രയാസം വരുമ്പം, മാനസിക വൈഷമ്യം വരുമ്പം, കൂട്ടുകാർ മാറ്റി നിർത്തുമ്പം, സ്നേഹിതരകന്നു പോകുമ്പം, നെഞ്ചോടടക്കി പിടിച്ചവർ പുറംതിരിഞ്ഞ് നിൽക്കുമ്പം പാടാ. പരസഹായമില്ലാതെ എഴുന്നേൽക്കാൻ പറ്റാതെ വരുമ്പം, ഇതുവരെ തനിയെ ജീവിച്ചിട്ടില്ലാത്ത നാം പെട്ടെന്ന് ഒറ്റപ്പെട്ടു പോകുമ്പം, സഹായിക്കാൻ കരുത്തുള്ളവർ കൂടെ ഉള്ളപ്പോഴും സഹായിക്കാൻ മനസ്സില്ലാതെ മാറി നിൽക്കുമ്പം, ആശ്വസിപ്പിക്കാനും അണച്ചുപിടിക്കാനും കരുതാനും കരുത്തുള്ളവർ കുടുംബത്തിലുള്ളപ്പം, അവരുടെ ആരുടെയും ദൃഷ്ടിയിൽപ്പെടാതെ മാറി നിൽക്കുമ്പം വേദനയാന്നേ. ഉളിയും ചുറ്റുകയും കൊണ്ടുള്ള അടി വേദനയാ. ഇന്നും എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത 1-2 സംഭവങ്ങളാ. എൻ്റെ പ്രിയപ്പെട്ടവൻ്റെ മരണത്തിന് ശേഷം ഞാൻ എന്തൊക്കെ വാക്കുകളാണോ പ്രാണപ്രിയനോട് പറഞ്ഞത്, അത് മുഴുവനും കർത്താവ് എന്നെ പരീക്ഷിച്ചു നോക്കി. ഒരു നേരത്തെ ഭക്ഷണത്തിനോ ഒരു അന്തി ഉറങ്ങാനോ ഒരു 10 രൂപയ്ക്കോ ഞാൻ ആരുടെയും മുമ്പിൽ കൈനീട്ടത്തില്ലെന്ന് കർത്താവിനോട് പറഞ്ഞതുകൊണ്ട് ആ എൻഡ് വരെ ഞാൻ എൻ്റെ തീരുമാനത്തിൽ നിന്ന് വ്യതിചലിക്കുമോ എന്നറിയാൻ എൻ്റെ പ്രാണപ്രിയൻ എന്നെ എക്സ്ക്യൂസ് ചെയ്ത് നോക്കി.
കുളത്തിൻ്റെ സൈഡിലും വേലിപ്പടർപ്പിലും വഴിയരികിലും വളർന്നു വരുന്ന സകല ഇലവർഗ്ഗങ്ങളും പറിച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും മാത്രമിട്ട് വഴറ്റി എൻ്റെ മക്കളുടെ വയറ് നിറപ്പിച്ചിട്ടുണ്ട് ഞാൻ. സ്തോത്രം പറഞ്ഞ് പച്ചവെള്ളം കൊടുത്ത് ബൂസ്റ്റ് ആക്കി കിടത്തി ഉറക്കിയിട്ടുണ്ട്. ഒരിക്കൽ എൻ്റെ മോൾ എന്നോട് ചോദിച്ചു, മമ്മി ഇനി ഓല മാത്രമേ ഉള്ളല്ലേ ഞങ്ങൾക്ക് തരാനെന്ന്. കാരണം നാളുകളായിട്ട് അവർ കഴിക്കുന്നത് ഇലയാ. നല്ല ഇലയാണോ, കഴിക്കാൻ കൊള്ളാവുന്നതാണോ, സമയം ഏതാണോ, സാഹചര്യം ഏതാണോ ഒന്നും എനിക്കറിയില്ല. ഇനി ഓല മാത്രമേ ഞങ്ങൾക്ക് തരാൻ അവശേഷിക്കുന്നുള്ളൂ അല്ലേ എന്ന് ചോദിച്ച ചോദ്യം ഇന്നും ചാട്ടുളി പോലെ എൻ്റെ ഹൃദയത്തെ കീറി മുറിക്കുന്നുണ്ട്. എന്നിട്ടും ഒരു മനുഷ്യന്റെ മുമ്പിൽ കരനീട്ടാൻ എൻ്റെ അപ്പൻ എന്നെ അനുവദിച്ചു. ഒരു മനുഷ്യനോട് ഒരു സഹായം ചോദിക്കാൻ എൻ്റെ പ്രാണപ്രിയൻ എന്നെ അനുവദിച്ചിട്ടില്ല. ലക്ഷർ ഹോസ്പിറ്റലിന്റെ വാതിൽ മുതൽ പുത്തൻകാവിനപ്പുറത്തുള്ള CMS ജംഗ്ഷൻ വരെ NH-47 സൈഡിൽ എൻ്റെ കണ്ണുനീര് വീഴാത്ത ഒരു സൈഡ് പോലും ഉണ്ടാവില്ല. ഞാൻ നിലവിളിച്ചോണ്ട് റോഡ് സൈഡിൽ കൂടെ പൊക്കോണ്ടിരുന്ന, കർത്താവേ ഞാൻ വീട്ടിൽ ചെല്ലും എൻ്റെ മക്കൾക്ക് എന്ത് കഴിക്കാൻ കൊടുക്കും, വണ്ടിക്കൂലിക്ക് പൈസയില്ല ബസ്സിൽ കയറി പോകാൻ, 14-15 കിലോമീറ്റർ അധികം നടക്കാനുണ്ട്. കരഞ്ഞോണ്ട് NH-47 സൈഡിൽ എൻ്റെ കണ്ണുനീര് വീഴാത്ത ഒരു സ്ഥലം പോലും ഉണ്ടായിരിക്കില്ല. അപ്പം പറഞ്ഞു, നിന്റെ ബലഹീനതയില എന്റെ കൃപ നിനക്ക് മതി, ഞാൻ നിന്നെ നടത്താൻ വിശ്വസ്തനാണെന്ന് പറഞ്ഞ ആ അപ്പൻ ഇന്നും എൻ്റെ ഈ കരത്തിൽ പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ നടുവിൽ വന്ന് നിൽക്കുന്നത്. എനിക്ക് എൻ്റെ അപ്പനെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കര അഭിമാനമാണ്. ഒരാഴ്ചയിൽ മിനിമം ഒരു 5 പരസ്യോഗത്തിനെങ്കിലും കവലയിൽ നിന്ന് പ്രസംഗിക്കാത്ത ആഴ്ച എൻ്റെ ജീവിതത്തിലില്ല. കൽപ്പാത്രത്തിൻ്റെ മേക്കിംഗ് ഇച്ചിരി പാടാ പ്രിയമുള്ളവരെ. ഒന്ന് മാറി പ്രതിസന്ധികളും കാറ്റുകളും ജീവിതത്തിൻ്റെ പടകിൽ ആഞ്ഞടിച്ചപ്പോഴും വാടക തരാതെ നീ ഇവിടുന്ന് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് NH-47 സൈഡിൽ എൻ്റെ ഹൗസ് ഓണർ താമസിക്കുന്ന ആ NH-47 സൈഡിൽ 3.25 മണിക്കൂർ സകല മനുഷ്യരും ആ കടയിൽ വന്ന് സാധനം വാങ്ങിക്കുന്ന ആൾക്കാർ കണ്ടിട്ട് പോയി. അവരോടെല്ലാം ഈ അമ്മച്ചി പറഞ്ഞു, അവളെ 1 മാസം താമസിച്ചിട്ട് വാടക തരാതെ നിൽക്കുക, വിടത്തില്ല ഞാൻ വാടക തരാതെ. ഒരു കൊലപാതകം ചെയ്ത കുറ്റവാളിയെ പോലെ ആ കടയുടെ മുമ്പിൽ 3.25 മണിക്കൂർ ഞാൻ നിന്ന് കരഞ്ഞത് ഇന്നലെ എന്നവണ്ണം എൻ്റെ ഹൃദയത്തിൽ ഇന്നുമുണ്ട്. എൻ്റെ സഹോദരനോടോ സഹോദരിയോട് ചോദിച്ചാൽ എന്നെ അവർ നന്നായി നോക്കാൻ പ്രാപ്തര, എന്നെ നന്നായി നോക്കാൻ കരുത്തുള്ളവരാ അവർ. പക്ഷെ ഒരു വാക്കുപോലും അവരോട് പറയാതെ ഒന്നമർത്തിത്തള്ളിയാൽ തുറന്നു പോകുന്ന അടുക്കളവാതിൽ ചാരിയിരിക്കും ഞാൻ നേരം വെളുക്കുന്നിടം വരെ. കാരണം ആരെങ്കിലും ഈ കതക് തകർത്ത് എൻ്റെ കുഞ്ഞുങ്ങളെ ഇല്ലായ്മ ചെയ്യുമോ എന്ന് ഭയന്ന് ഒരു പാവിരിച്ച് എനിക്ക് കാണത്തക്ക രീതിയിൽ കുഞ്ഞുങ്ങളെ തറയിൽ ഉറക്കിക്കിടത്തി ഞാൻ ആ കതകിൽ ചാരിയിരുന്ന് നേരം വെളുപ്പിച്ച് ദിനരാത്രങ്ങൾ ഒത്തിരി എൻ്റെ ജീവിതത്തിലുണ്ട്. എനിക്കറിയത്തില്ലായിരുന്നു അപ്പന് ഇഷ്ടമുള്ള പാത്രമാക്കി എന്നെ പണിയുമായിരുന്നെന്ന്. ചില പണികൾ നമുക്ക് വേദനയാകട്ടോ, പക്ഷെ ഉടമസ്ഥന് പ്രയോജനമുള്ള പാത്രമാകണോ നീ പണിക്ക് വേണ്ടി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. അവിടെ നമ്മൾ വായിച്ചായിരുന്നല്ലേ, 2-3 പറ വീതം കൊള്ളുന്ന 6 കൽപാത്രം. എങ്ങനെയാ 2-3 പറ വീതം കൊള്ളുന്ന 6 കൽപാത്രം? സിസ്റ്റർ മദീന ബാനു ജൂഡ്, ഞാൻ വിശ്വസിക്കുന്നു ഈ കർത്താവിൻ്റെ ദാസിയിലുള്ളതിനേക്കാളും അധികം കൃപ തൻ്റെ പ്രിയപ്പെട്ടവനിൽ കാണും. കാരണം ഉളിയും ചുറ്റികയും കൊണ്ടുള്ള അടി കൂടുതൽ ഏറ്റുവാങ്ങിയത് അദ്ദേഹമാണ്. പറഞ്ഞും പറയാതെയും കേട്ടും കേൾക്കാതെയും ഈ പ്രാണപ്രിയന്റെ നാമത്തിന് വേണ്ടി തൻ്റെ ശരീരത്തിലും തൻ്റെ മനസ്സിലും ഏറ്റ മുറിവുകളുടെ എണ്ണം, കൂർത്ത ഉളിയുടെയും ചുറ്റികയുടെയും അടിയുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ക്വാണ്ടിറ്റി കൂടുക. മനസ്സിലായില്ലല്ലേ? എങ്ങനെയാ 2 അളവ് വന്നത്? കൂടുതൽ പ്രതിസന്ധിയും കൂടുതൽ വേദനയും കൂടുതൽ പ്രശ്നവും കൂടുതൽ ഉളിയും ചുറ്റികയും കൊണ്ടുള്ള അടിയും നിന്റെ ജീവിതത്തിൽ കൂടെ കൂടെ വരുന്നുണ്ടോ?
സ്വർഗം അകത്തെ വിസ്തീർണം വലുതാക്കുക. വിസ്തീർണം വലുതാകും തോറും ക്വാണ്ടിറ്റി കൂടുതൽ കൊള്ളും. ഏലിയാവ് പറഞ്ഞ പോലെ പറഞ്ഞു കളയല്ലേ, മതി യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തോണേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ ഒട്ടും അങ്ങനെ പറയല്ലേ. അപ്പനോട് പറയണം, എന്നെ പണിതോ, എന്നെ പണിതോ. ഞാൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു, ഇനിയും പണിയണോ, പണിതോ, ഇനിയും ഞാൻ കരയുന്ന ഇഷ്ടമാണോ, കരയിപ്പിച്ചോ, പക്ഷെ എന്നെ വിട്ടിട്ട് പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല. എത്ര പേർക്ക് ഇന്ന് പകല തൻ്റെ ഇടമുണ്ട് പറയാൻ, അപ്പാ എന്നെ പണിതോ, എന്നെ പണിതോ, 2, 3, 4, 5 പറ വീതം കൊള്ളുന്ന കൽപാത്രമാക്കി അകത്തും പുറത്തും എന്നെ പണിതോ, പക്ഷെ അങ്ങനെ വിട്ടിട്ട് പോകരുത്. ദൈവമക്കളെ, പണിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ പ്രാണപ്രിയന് ഇഷ്ടമുള്ള അളവിൽ അങ്ങ് പണിയും. എത്രത്തോളം അടിയും എത്രത്തോളം ചുറ്റികയുടെ കുത്തും കൊള്ളാൻ നീ തയ്യാറാകുന്നു, അത്രത്തോളം അകത്ത് വ്യാസം വർദ്ധിക്കും. അകത്ത് എത്രത്തോളം വ്യാസം വർദ്ധിക്കുന്നു, അത്രത്തോളം സ്വർഗം അങ്ങ് നിറയ്ക്കും. കൂടുതൽ അടികൊണ്ടവർക്ക് കൂടുതൽ കൃപയാകട്ടോ. കൂടുതൽ ചുറ്റികയുടെയും ഉളിയുടെയും കുത്തുകൊണ്ടവർക്ക് കൂടുതൽ കരുതലാകട്ടോ. കൂടുതൽ വേദനയിൽ കൂടെ കടന്നുപോയവർക്ക് കൂടുതൽ കരുതലാകട്ടോ. ഇന്ന് പകൽക്കാലം നീറുന്ന ഹൃദയത്തോടിരിക്കുന്നവരോട് ഞാനൊരു ദൂത് പറയാം. നീ നീറുന്ന അവസ്ഥയിലാണോ വന്നിരിക്കുന്നത്? കൂടുതൽ അടി കിട്ടിയിട്ടുണ്ടോ? കൂടെ കൂടെ കിട്ടുന്നുണ്ടോ? ഭാരപ്പെടണ്ടെന്ന്. കൂടുതൽ കരുത്തുള്ളവരാക്കി മാറ്റാനാ. നല്ലൊരു ഹല്ലേലൂയ പറയാമോ? സേഫ് സോൺ തകർക്കും. പുറത്തെ പണി ഉളിയും ചുറ്റികയും കൊണ്ട് ചെയ്യും. ഷാർപ്പൻ്റായിട്ടുള്ള ഉളിയും കൊണ്ട് ചുറ്റികയും കൊണ്ട് അകത്തെ വ്യാസം വർദ്ധിപ്പിക്കും. എത്രത്തോളം ഉളിയുടെയും ചുറ്റികയുടെയും അടി ഏറ്റുവാങ്ങുന്നോ അത്രത്തോളം അകത്തെ വ്യാസം വർദ്ധിക്കും, അളവ് വർദ്ധിക്കും, ക്വാണ്ടിറ്റി കൂടുതൽ കൊള്ളും. ക്വാണ്ടിറ്റി കൂടുതൽ കൊള്ളുന്നതിനനുസരിച്ച് സ്വർഗം വക്കോളം അങ്ങ് നിറയ്ക്കും. ഇന്ന് പകൽ പൂർണ്ണ മനസ്സോടെ പണിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാൻ കരുത്തുള്ളവർ, എൻ്റെ മുമ്പിൽ സമയം തീരുകയാ. പൂർണ്ണ മനസ്സോടെ പണിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാൻ കരുത്തുള്ളവർ, പണി പൂർത്തിയായാലേ ഓടിപ്പോയി പറയാൻ പറ്റത്തുള്ളൂ എൻ്റെ യേശു ജീവിക്കുന്നുവെന്ന്. പണി പൂർത്തിയായാലേ കർത്താവിൻ്റെ ദാസി പറഞ്ഞതുപോലെ ഓടിപ്പോയി പറയാൻ പറ്റത്തുള്ളൂ, വേഗം രക്ഷിക്കപ്പെട്ടോ, എൻ്റെ അപ്പൻ വരാറായെന്ന്. എന്താ അതിനകത്ത് നിറച്ചത്? ആന്തരിക സൗഖ്യത്തിന് ഉതകുന്ന വീഞ്ഞ്. കൂടുതൽ അടി കിട്ടുന്നുണ്ടോ? എന്തുകൊണ്ടോ എൻ്റെ ഹൃദയം ഒത്തിരി വിങ്ങിത്രസിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ ആത്മസാന്നിധ്യം എൻ്റെ മൺകൂടാരത്തിൽ അനുഭവിക്കുന്നുണ്ട്. എൻ്റെ നാഥൻ നിങ്ങളെ ചിലരെ പണിയുന്ന പണി ആത്മാവിൽ എന്നെ കാണിച്ചു തന്നിട്ട് എൻ്റെ ഹൃദയം അതിവേദനയാൽ നിറയുന്നുണ്ട്. നമുക്ക് ചില മിനിറ്റുകൾ അപ്പനോടൊന്ന് സംസാരിക്കാൻ സമയമെടുത്താലോ? ചില മിനിറ്റുകൾ നമുക്ക് അപ്പനോടൊന്ന് പറഞ്ഞാലോ? അപ്പാ, 2 പറ കൊള്ളണോ 3 പറ കൊള്ളുന്ന പാത്രമാകണോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാ. പണിയുന്നത് സ്വർഗീയ ശില്പിയാ. പണി നടത്തുന്നത് സ്വർഗീയ ശില്പിയാ. പക്ഷെ പണി വിധവമാർക്കും അനാഥർക്കും ന്യായം പാലിച്ചു കൊടുക്കുന്ന ദൈവം. അനാഥനെയും വിധവയെയും വീട്ടിൽ കണ്ടാ ചേർത്ത് കൊള്ളുന്ന ദൈവം. ഹൃദയം നുറങ്ങിയവർക്ക് സമീപസ്ഥനായ എൻ്റെ അപ്പൻ ചില പണികൾ ഇന്ന് പകൽ ഇതിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഉടഞ്ഞു പോകാൻ അനുവദിക്കാതെ വണ്ണം കണ്ണുനീരോട് അപ്പനോടൊന്ന് പറയാം, അപ്പാ
നിനക്കിഷ്ടമുള്ള ക്വാണ്ടിറ്റി, നിനക്കിഷ്ടമുള്ള അത്രയും ക്വാണ്ടിറ്റി എന്നെ കൊള്ളത്തക്ക വിധത്തിൽ എന്നെ അങ്ങ് പണിതോ. ആ പണി എത്ര വേദനയാണെങ്കിലും ഞാൻ സഹിച്ചോളാം. പക്ഷേ അങ്ങനെ വിട്ടിട്ട് പോകരുതെന്ന് പറയാമോ? അങ്ങനെ വിട്ടിട്ട് പോകരുതെന്ന് ഹൃദയം തുറന്നത് പറയാമോ? ദൈവമക്കളെ, ഒരു കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. ഏത് സ്ഥാനത്തിരുന്നാലും അവിടെ ഇരുന്നും കൊണ്ട് അപ്പായേ എന്നൊന്ന് വിളിക്കുമ്പം ഓടി അടുത്തു വരുവാൻ എൻ്റെ അപ്പായെ പോലെ വേറെ അപ്പായില്ല. ഒരു പക്ഷേ നിങ്ങളുടെ ഭർത്താവ് ആ വിളിയുടെ ശബ്ദം കേട്ടില്ലെന്ന് വരാം. നിങ്ങൾ വിളിക്കുന്ന വിളിയുടെ ശബ്ദം മക്കൾ ചിലപ്പോൾ കേട്ടില്ലെന്ന് വരാം. നിങ്ങളുടെ സ്നേഹിതരോ പ്രിയപ്പെട്ടവരോ ബന്ധുമിത്രാദികളൊക്കെ ഉള്ളു തകർന്ന് വിളിക്കുന്ന നിലവിളി കേട്ടില്ലെന്ന് വരാം. നിങ്ങളുടെ അടുക്കൽ വന്നാൽ നിങ്ങളെ സഹായിക്കണമോ എന്ന് ഭയന്ന് പലരും നിങ്ങളിൽ നിന്ന് മാറിപ്പോകാം. എന്നാൽ ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും ഉള്ളു കീറിയപ്പായേ എന്നൊന്ന് വിളിച്ചാൽ, എന്റെ സങ്കടം കേൾക്കാൻ എനിക്ക് ആരുമില്ല എന്നൊന്ന് പറഞ്ഞാൽ, എന്നെ വിട്ടിട്ട് പോകരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത് പോലെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, എനിക്ക് നല്ല ഉറപ്പുണ്ട് എൻ്റെ അപ്പ നിങ്ങളെ വിട്ടിട്ട് പോകത്തില്ല. ഒരു പണിക്ക് വേണ്ടി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഒരു സെക്കൻഡ് ദൈവസന്നിധിയിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? ദൈവമക്കളെ, പണി പൂർത്തിയായി കഴിഞ്ഞാൽ ഇനി ആ കൽപാത്രത്തിന്റെ സ്ഥാനം ചെരുപ്പിന്റെ ഇടയിലല്ല. നിങ്ങൾ ഇനി ഒന്ന് ശ്രദ്ധിച്ചേ. പണി പൂർത്തിയായി കഴിഞ്ഞാൽ ഇനി ആ കൽപാത്രം ചെരുപ്പിന്റെ ഇടയിലല്ല അതിന്റെ സ്ഥാനം. പണി പൂർത്തിയായി അതിന്റെ വക്കോളം കോരി നിറച്ചു കഴിഞ്ഞാൽ, വക്കോളം അതിനകത്ത് ആന്തരിക സൗഖ്യത്തിന് ഉതകുന്ന വീഞ്ഞ് നിറച്ചു കഴിഞ്ഞാൽ ഇനി ആ പാത്രം വെളിയിലല്ല. നിന്നെ കൊള്ളത്തില്ലെന്ന് പറഞ്ഞവർ, നിന്നെ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞവർ, നീ എനിക്കൊരു ഭാരമാന്ന് പറഞ്ഞവർ, നീ ഒരു ബാധ്യതയാന്ന് പറഞ്ഞവരെല്ലാം നോക്കി നിൽക്കും. ചെരുപ്പുകളുടെ ഇടയിൽ നിന്ന് സ്വർഗം നിന്നെ എടുക്കും. ചെരുപ്പുകളുടെ ഇടയിൽ നിന്ന് സ്വർഗം നിന്നെ എടുക്കും. റോ വാട്ടർ നിറഞ്ഞിരുന്ന സ്ഥാനത്ത് ആന്തരിക സൗഖ്യത്തിന് ഉതകുന്ന വീഞ്ഞ് നിറച്ച് യഹൂദ പാരമ്പര്യത്തെ പൊളിച്ച് മട്ടും കാലിയായിട്ടിരുന്ന തുരുത്തുകളെല്ലാം എടുത്ത് വെളിയിൽ കളഞ്ഞ്, പാരമ്പര്യം പറഞ്ഞിരുന്ന പലതിനെയും എടുത്ത് വെളിയിൽ കളഞ്ഞ് പുറത്തു കിടക്കുന്ന നിന്നെ എന്റെ സ്വർഗം അകത്ത് കയറ്റും. ആർക്കും വേണ്ടാതെ കിടക്കുന്ന നിന്നെ എന്റെ സ്വർഗം കലവറയ്ക്കകത്ത് കയറ്റും. നിങ്ങൾ എത്ര പേരത് വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഈ കോൺഫറൻസ് കഴിയുന്നതോടെ എന്റെ സ്ഥാനം ഇനി വെളിയിലല്ല. ഈ കോൺഫറൻസ് കഴിയുന്നതോടെ ഞാൻ ആർക്കും വേണ്ടാത്തവളല്ല. ഈ കോൺഫറൻസ് കഴിയുന്നതോടുകൂടി ഞാൻ ഒറ്റയ്ക്കല്ല. എൻ്റെ അപ്പൻ എൻ്റെ ഒപ്പമുണ്ടെന്ന് തൻ്റെ ഇടത്തോടെ പറയാൻ കരുത്തുള്ള ദൈവമക്കൾ ഇതിൻ്റെ നടുവിൽ നിന്ന് എത്ര പേരുണ്ട്?